കണ്ട് ഞാൻ ഒരുപാട് ഓടിയതാ. പക്ഷെ കണ്ടാ പറയത്തില്ല. പക്ഷെ എന്തൊക്കെ ഉണ്ടാ പറയും. ഇത്രയും സമയം ഇവിടെ എടാ മലരെ, മലരെ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. മലരെ കേട്ടോടാ. പുതിയ അധ്യാപിക മലർ അവളെ അങ്ങനെ പിടിച്ചെന്ന് തോന്നുന്നു. പിടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അവളുടെ പുറകെ വെറുതെ ഇങ്ങനെ മടപ്പിച്ചു നടക്കാതെ അവളെ ഒന്ന് പീഡിപ്പിച്ചോടെ എന്ന് ചോദിക്കും. എന്താന്ന് പ്രണയിച്ചോണ്ട് എന്ന് ചോദിക്കും. എന്ന് പറഞ്ഞാ ഞാൻ അവളെ ഒന്ന് വീഴ്ത്തുക. നീ അവളോട് സുന്ദരനും സുമുഖനും സത്സ്വഭാവിയുമായ എന്റെ കൂട്ടുകാരനാണെന്ന് പറ. അത് വേണ്ട, എനിക്ക് സ്വന്തമായിട്ട് 4 മൂന്ന് റബ്ബർ തൈ ഉണ്ടെന്ന് പറഞ്ഞാലോ? എന്തിന് വലിച്ചുകൊണ്ടിരിക്കാൻ? എന്നാ ആലപ്പുഴ ഉദയായും തിരുവനന്തപുരം പെർലാൻഡും എന്റെ ആണെന്നങ്ങ് വെച്ച് കാച്ചിയാലോ? അത് മാത്രമാക്കണ്ട, തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനും എയർപോർട്ടും നിന്റേതാണെന്ന് പറ. അത് അവള് വിശ്വസിക്കാൻ പാടായിരിക്കും. ശംഖുമുഖം കടപ്പുറവും കൂടി എന്റെ ആണെന്നൊന്ന് പറഞ്ഞാലോ? വളരെ വളരെ മലർന്നു, ഇനിയും മലർന്ന എന്റെ നട്ടല് പൊട്ടും. മണ്ണുണ്ണി മകന് വരുന്നത്. പക്ഷേ ചോദിക്കും, പോയി ചോദിക്കും. മലരിന്റെ പേരെന്താ? മലരെ മണ്ണൻ ഗുണാപ്പി നേരത്തെ പറഞ്ഞതുപോലെ പറ. ടീച്ചറെ, ഈ റെയിൽവേ സ്റ്റേഷനും ശംഖുവും ഒക്കെ ഇതിലേ പോയാൽ എളുപ്പമെത്തും. അതല്ല ടീച്ചറെ, ഞാനാണ് ഇവിടുത്തെ കമ്പ്യൂട്ടറിന്റെ മെയിൻ മേസ്ത്രി. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? എനിക്ക് വാവയുടെ പരിപാടിയൊക്കെ അറിയാം. കുട്ടി, വാവ സിമ്പിൾ ആണ്, പക്ഷേ പവർഫുൾ ആണ്. ഇങ്ങോട്ട് വരൂ. വാവ സേഫ് അല്ലേ? വാവ സേഫാണ്, പക്ഷെ താൻ സേഫല്ല. ഒന്ന് പറഞ്ഞോട്ടെ, എന്നെ പറയാം. ഒന്നും പറയാം. ഇവൻ വേണമെന്ന് മാറിക്കൊള്ളി. സീനിയർ വിദ്യാർത്ഥി ജാർജ് വരുന്നുണ്ട് നിങ്ങളെയൊക്കെ റാഗിംഗ് ചെയ്യാൻ. എൻട്രി പഞ്ച് കാണിക്കാൻ ആരുമില്ല. നിനക്ക് തന്നെ ഇരിക്കട്ടെ. ജാർജിനെ കളിയാക്കാൻ നീ ആരായി? നീ മലരുമെങ്കിൽ ഞാൻ ഡൈവടിക്കും. എന്റെ പേരാണ് മലർ. ഞാൻ നിങ്ങളെയൊക്കെ പഠിപ്പിക്കാൻ വന്ന അധ്യാപികയാണ്. I am sharp teacher. I am sharp. സാരമില്ല ജോർജ്. അല്ല, ജോർജ് എന്താണ് ക്ലാസ്സിൽ കയറാത്തത്? കോളേജിലേക്ക് എനിക്കൊരു ഡാൻസ് കളിക്കണം. ടീച്ചറിന്റെ പരിചയത്തിൽ നല്ല പോലെ ഡാൻസ് ടീച്ചർ മാറുന്നു. ഒരു ഡാൻസറിന്റെ മുഖത്ത് നോക്കിയാണോ ഇങ്ങനെ ചോദിക്കുന്നത്? ഇതാ കണ്ടോളി. അയ്യോ, ഇതുപോലുള്ള ഈസി സ്റ്റെപ്പല്ല ഞാൻ ഉദ്ദേശിച്ചത്. കുറച്ചുകൂടി ടഫായിട്ടുള്ള സ്റ്റെപ്പ് വേണം. അതാ ഇങ്ങനെ. നട്ടുച്ചയ്ക്കാണുള്ള ജോലി എക്സർസൈസ് ചെയ്യുന്നത്. അയ്യോ, ഇത് ആ സൈസ് അല്ല. മലർ ടീച്ചർക്ക് ഞാനൊരു സൂത്രം കാണിച്ചു കൊടുത്തതാ. ഓഹോ, അപ്പൊ അവിടെ വരെ എത്തി കാര്യങ്ങൾ. ഇടോ, താനിവിടെ വാങ്ങി പൊളിച്ചു നിൽക്ക്. പിള്ളേരുടെ സൂത്രം വരെ കാണിച്ചു തുടങ്ങി. എന്നാ ഞാൻ എന്റെ സൂത്രം ഒന്ന് കാണിച്ചാലോ? തന്റെ സൂത്രം താൻ തന്നെ കയ്യിൽ വെച്ചു. ഇടോ ജോർജ്, പഠിക്കാൻ വന്നാൽ പഠിച്ചിട്ട് പോയാൽ മതി, അല്ലാതെ പഠിപ്പിച്ചിട്ട് പോകണ്ട. അപ്പൊ എവനും അധ്യാപകനായിരുന്നല്ലേ? ഗുഡ് മോർണിംഗ് സാർ. ഒന്നും മിണ്ടാതിരിക്കണം. ഇവർ കാണാതെ മലരുമായി സംസാരിക്കണമെങ്കിൽ ഒരേ ഒരു വഴിയേ ആൾമാറാട്ടം. അപ്പോ ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായിരുന്നു. ജോർജിനെ ഓടിക്കുന്ന കാര്യം ഞാനേ. ഇടാ ജോർജ്, ഇടാ ജോർജ്, വഴി മാറി മിസ്റ്റർ. ജോർജ്, ഇടാ ജോർജ്. എവനോട് ചോദിക്കാം. മുഖത്ത് വലിയ മറവുള്ള മനുഷ്യ, ഇവിടെ എന്ന ജോർജ് എന്ന യുവാവിനെ കണ്ടായിരുന്നു? മിസ്റ്റർ, തന്റെ ആരെങ്കിലും കാണാതെ പോയെങ്കിൽ തനിക്ക് നിൽക്കുമായിരുന്നു. അയ്യോ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ജാർജിനെ ഞാനങ്ങനെ കണ്ടില്ല. ഞാൻ വെറും ഒരു വഴിപോക്കൻ. ശരിയാ, അവന്റെ ശബ്ദം കേട്ടാൽ തന്നെ അറിയാം. മടക്കുന്നു വന്ന ഏതോ തെക്കനാ.
അവനെ കാട്ടിൽ പോയി വിളിച്ചാൽ ഞാൻ അവനെ കണ്ടുപിടിക്കും. പോയി മാറി. ഇവന്മാരെന്താ കേരള പോലീസ്? ജോർജ്, ഇവിടെ നിന്ന് ജോർജ് ഇവിടെ പോയി. മിസ്റ്റർ, ഇവിടെ നിന്ന് എന്റെ ജാതിനെ കണ്ടോ? എടി പെണ്ണെ, ഞാനാണ് നിന്റെ ജാതി. കല്ല് വെച്ച നുണ. എന്റെ ജോർജിന്റെ മുഖം ഇങ്ങനെയല്ല. എന്നാൽ ഇങ്ങോട്ട് നോക്കൂ. അയ്യോ, ഇതെന്റെ ജോർജ് ആയിരുന്നു. ഇതെങ്ങനെ സാധിച്ചു? അതാ ഇങ്ങനെ. അയ്യോ, ഇവിടെ നിന്ന് എന്റെ ജോർജ് എവിടെ പോയി? ജോർജ്, സത്യമായി നിങ്ങൾ എന്റെ ജോർജിനെ കൊന്നുകളഞ്ഞു. വളരെ ഇത് ഞാനാണ് നിന്റെ ജാതി. ജീവിതത്തിൽ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത മനുഷ്യൻ. എന്റെ മുഖത്ത് നോക്കി കള്ളം പറയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു? ശരി മണ്ടി, ഇങ്ങോട്ട് നോക്ക്. ഈ ജാതിന്റെ ഒരു ആൾമാറാട്ടം. നിർത്തടാ. അത് ശരി, നീ ഇവിടെ വന്ന് വിളിച്ചു നിൽക്കുകയായിരുന്നില്ലേ? പ്രേമിക്കാൻ നീ ആരടാ? പ്രേം നസീർ. കുട്ടിയോട് ഈ വിമൽ സാറിന് എന്തോ പറയാനും. പറ സാർ. റെയിൽവേ സ്റ്റേഷനും ശബ്ദമുഖം വെച്ചൊക്കെ ഒന്ന് പോടോ വേട്ടാവളിയെ. കുട്ടി, I love you. അമ്മേ, എനിക്കല്ല, ഇയാൾക്ക്. അയ്യട മനമേ, അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാ മതി. മനം എനിക്കുള്ളതാണ്. അതങ്ങനെ ശരിയാവും. പലര് എനിക്കുള്ളതാണ്. കേട്ടിട്ടില്ലേ? പലരും വിമലും ഒരു കുടുംബം. ഒരു കുടുംബം. നെത്തിൻ നെത്തിൻ നെത്തിൻ. എന്റെ കല്യാണക്കാരിയെ കുറിച്ച് എനിക്കൊരാളോട് അനുവാദം ചോദിക്കാറുണ്ട്. ആരാണയ്യ? ഞാനാണയാ. ഇവളെ ഞാൻ എവിടെയോ ഓർമ്മിക്കാൻ പറ്റുന്നില്ല. പാങ്ങാപ്പാറയിൽ LP സ്കൂളിൽ നിങ്ങൾ ഡ്രീമാശും ഞാൻ കഞ്ഞി വെപ്പുകാരിയുമായിരുന്നു. അന്ന് കഞ്ഞിയുമായി നിങ്ങളുടെ ക്ലാസ്സിൽ വന്നപ്പോൾ നിങ്ങൾ വെറും വെറും കഞ്ഞിയായി. അയ്യോ, എന്നെ പീഡിപ്പിക്കാതിരിക്കല്ലേ. ഒരിക്കലുമില്ല, ഞാൻ പേടിപ്പിക്കും. അയ്യോ, എന്നെ പീഡിപ്പിക്കാതിരിക്കല്ലേ. അങ്ങനെ എന്റെ കഞ്ഞിയിൽ നിങ്ങൾ പാത്തിട്ടു. അപ്പോ ആ പാറ്റ കുഞ്ഞാണോ എന്റെ മുന്നിൽ നിൽക്കുന്ന ഈ കുഞ്ഞ്? അതെ, എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ. ഇന്നലെ കഴിഞ്ഞത് വാസന്തയാണ്. അത് നീയൊന്നുമല്ല. അപ്പോ ഈ നിൽക്കുന്ന മലന് ഇദ്ദേഹത്തിന്റെ മകളാണ്. എന്റെ അച്ഛാ. എന്റെ അമ്മാവൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. മാറിക്കിട്ടുള്ള റാസ്കൽ. എന്റെ മകളുടെ പുറകെയാണ് നീ ഇത്രയും നാൾ കറങ്ങിയത്. ഇനി അവളുടെ പുറകെ നിന്നെ കണ്ടുപോകരുത്. വായും നോക്കി. ഏതോ ഉണ്ടകണ്ണ, താങ്കാലും അറിയില്ലേ? എനിക്ക് അവളെ കെട്ടിച്ചെന്നില്ലെങ്കിൽ തന്റെ പല ചുറ്റികളിൽ നിന്ന് ഞാനിവിടെ പൊട്ടിക്കും. നിന്റെ പൊന്നണിയെ ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞത്. അവള് വേണ്ട, അവള് പോണ്ട. ഈ കാണുന്ന സീനിൽ ഞാൻ പോണ്ട. അതെ, മലരിന്റെ അച്ഛ ഒരു അധ്യാപകൻ എന്ന നിലയിൽ മലരിനെ വിമൽ സാറിന് കൊടുക്കുന്നതല്ലേ നല്ലത്? അക്ഷരാ, അപ്പൊ ഞാനെന്ത് ചെയ്യും? കുറെ നേരമായി ഞാനിവിടെ ഡയലോഗ് ഇല്ലാതെ വായും വിളിച്ചു നിൽക്കുന്നു. ഈ വായം വിളിച്ച് അങ്ങനെ തന്നെ നിന്നു. മലരിന്റെ അച്ഛൻ പറഞ്ഞു. മിസ്റ്റർ ജോർജ്, പ്രശംസ. ഇതുപോലെ ഒരുപാട് പെണ്ണുങ്ങൾ എന്നെ തേടി ഇനിയും വരും. അതിലൊരു കുട്ടിയെ ഞാൻ നിനക്ക് തരാം. തൽക്കാലം ഇവളെ നീ ഇവന് വിട്ടുകൊടുക്ക്. അങ്ങനെ വഴിക്കുക. പൊയ്ക്കോ, കൊണ്ടുപൊയ്ക്കോ. പക്ഷേ മറയ്ക്കുവാനേ കഴിയൂ, കൂന്തലാൽ മറയ്ക്കുവാനേ കഴിയൂ. ഓഹോ, അപ്പൊ ഈ സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് എന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയതല്ലേ? ഇന്ന് വിടേ. എനിക്ക് വേണ്ട, ഇവള് വേണ്ട. ഇതാണ് പണ്ടുള്ള കാരണവന്മാർ പറയുന്നത്. ഉമ്മറിനെ സത്യം ചതിച്ചാൽ സത്യനെ നസീർ ചതിക്കുമെന്ന്. Thank you.